ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എടുത്തിട്ട് അലക്കി കൂട്ടുവാണ് നമ്മുടെ ശ്രുതിയെ ചന്ദ്രമതി. അപ്പോഴേക്കും വേണ്ടമ്മേ വേണ്ടമ്മേ എന്നും പറഞ്ഞു സുതിമോൻ അവിടെ നിന്ന് പറയുന്നു. അപ്പോൾ ഈ അടിയും ബഹളവും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും രവിയേട്ടൻ ചന്ദ്രേ മതി നിർത്താൻ പറഞ്ഞ് ഇറങ്ങി വന്നു. പടക്കെന്നും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കണ്ടോ, അവൾ പറഞ്ഞത് കേട്ടില്ലേ? അവൾ കള്ളത്തരം കാണിച്ചു, എന്നിട്ട് അതിലേക്ക് ഇവനെ വലിച്ചഴിച്ചു, എന്നിട്ട് ഇപ്പോൾ ന്യായീകരണം നടത്തും. അവൾ അവന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ അതിനിങ്ങനെയാണോ നീ കാണിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് രവിയേട്ടൻ. അവൻ്റെ പേരിന് പിന്നിൽ 7 ഡിഗ്രി ഉണ്ട്, ഇവളാണോ അവനെ പഠിപ്പിച്ചത് എന്ന് ചന്ദ്രമതിയാ നേരെ അവിടെ നിന്ന് ചോദിക്കുവാണ്. ശ്രുതി നിന്ന് ഭയങ്കര കരച്ചിലും എന്നും പറഞ്ഞ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. എടി വായി തോന്നിയത് വിളിച്ച് പറഞ്ഞാലേ ആടിച്ചതിൻ്റെ കാരണം പൊട്ടിക്കാൻ ഞാനെന്ന് പറഞ്ഞു ഈ ചന്ദ്ര. പാൻറ്റിക്ക് ശ്രുതിയെക്കുറിച്ച് പറയുമ്പോൾ ദേഷ്യം വരുന്നുണ്ടല്ലേ, അത്രയ്ക്ക് സ്നേഹമായിരുന്നെങ്കിലേ ശ്രുതിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമായിരുന്നു നിങ്ങളെന്നും പറഞ്ഞു ശ്രുതി വീണ്ടും ചന്ദ്രയോട് പറയുന്നു. എന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അവൻ്റെ ഒരു ഉയർച്ച എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക നമ്മുടെ സച്ചി. 7 ഡിഗ്രി വാങ്ങി കൊടുത്തു എന്ന് പറഞ്ഞിട്ടേ കാര്യമൊന്നുമില്ല. ഞാൻ ഈ വീട്ടിൽ വരുന്നതിന് മുൻപ് നിങ്ങളുടെ മോൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ശ്രുതി ചന്ദ്രയോട് ചോദിക്കുക. ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ വിളിക്കും കേട്ടോ. എല്ലാവരും അന്തം വിട്ട് ശ്രുതിയെ തന്നെ നോക്കിക്കൊണ്ടും അങ്ങനെ നിൽക്കുന്നു. മകൻ വലിയ നിലയിലെത്തുമെന്ന് സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തും കൂടി കൊടുക്കണമെന്നും ശ്രുതി ചന്ദ്രയോട് പറയുക. എല്ലാവരും അന്തം വിട്ട് ശ്രുതിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവനാണെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കണമായിരുന്നു എന്നും പറയുന്നു. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്നും ചോദിച്ചു ശ്രുതി ചന്ദ്രയെ വരച്ച വരയിൽ നിർത്തുക കേട്ടോ. ചന്ദ്ര ഞെട്ടിപ്പോയി. ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നും അതാണ് സത്യമെന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിന്ന് പറയുമ്പം ഓഹോ, ഇത്രയും കാലം ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ കഴിഞ്ഞതല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുക. അവൻ മാത്രമല്ല ഞാനും ഒന്നിനും കൊള്ളില്ലെന്നല്ല നീ ഉദ്ദേശിച്ചത് എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര തിരിച്ചും ചോദിക്കുന്നു. അവന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലേ? പാണത്തിൻ്റെ അഹങ്കാരം നീ എന്നോട് കാണിക്കല്ലേ? നിനക്ക് ചന്ദ്രമതി ആരാണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യം വിട്ടു. അടിച്ച നിന്നെന്ന് പറഞ്ഞു പിന്നെ കുത്തിനൊക്കെ പിടിച്ച് ഞെക്കുക. അപ്പോൾ ചന്ദ്രൻ നീ എന്നതീ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് രവിയേട്ടൻ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റി. അച്ഛനെന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിച്ചു സച്ചി വന്നു. അമ്മ നല്ല നടിയാണച്ചാ, ഓട്ടക്കാരനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഡ്രാമ കളിക്കുന്നതെന്നും പാർലർ എടുത്തി അടിക്കുന്നതെന്നും സച്ചി പറഞ്ഞു. എന്താ അഭിനയം, ഓസ്കാർ ലെവലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഉള്ള കാര്യം പറയൂ കേട്ടോ. ചന്ദ്ര ഇങ്ങനെ കൊലി കയറി ഇങ്ങനെ നിൽക്കും. അപ്പോഴും കറക്റ്റാ സച്ചിയേട്ടൻ പറഞ്ഞതൊന്നും, രണ്ടുപേരും ചേർന്നാണ് കള്ളത്തരം കാണിച്ചത്. തെറ്റ് ചെയ്തതോ എന്നിട്ട് അതിൽ ഒരാൾക്ക് മാത്രം പണിഷ്മെൻറ്റ് കൊടുക്കുന്ന ലോജിക്കല്ല എന്ന് പറഞ്ഞു. അപ്പം ഇവൻ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ, എല്ലാം ഇവളുടെ പ്ലാനായിരുന്നെന്ന് നിർബന്ധിച്ച് ഇവനെ കൂടെ നിർത്തി കള്ളി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര. ഇത് ഇവളുടെ ജന്മവാസനയാ, ഇങ്ങനെ ഓരോ കള്ളത്തരം കാണിച്ചിട്ടായിരിക്കും ഇവളുടെ അച്ഛൻ കോടീശ്വരനായത്, ചുമ്മാതെ അല്ല അയാൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ശ്രുതിയിൽ നിന്ന് ഇങ്ങനെ എന്നും പറഞ്ഞ് നിൽക്കുക കേട്ടോ. എല്ലാവരും ഇങ്ങനെ ശ്രുതിയെ തന്നെ നോക്കുക. സൂത്രശാലിയാ നീ, കള്ളത്തരം കാണിച്ചിട്ട് ന്യായീകരിക്കുക നീ അല്ലേ? നീ മാത്രം നല്ലവള്, എന്നിട്ട് കുറ്റം മുഴുവൻ നമുക്ക് അല്ലേ? വിളഞ്ഞ വിത്ത് തന്നെയടി നീ എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഒന്നും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് ചന്ദ്രകടന്ന് അങ്ങ് തിളക്കുക കേട്ടോ. എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. നിന്റെ പണത്തിൻ്റെ ഹുങ്കൊക്കെ അങ്ങ് മലേഷ്യയിൽ അല്ലാതെ ഇവിടെ ഇറക്കണ്ടെന്നും ചന്ദ്രമതി പറയണം. എൻ്റെ അടുത്തത് നോട്ടക്കില്ലടി എന്നും പറഞ്ഞ് ചന്ദ്ര പിന്നെയും തല്ലാനായിട്ട് പോവാ, പിന്നെ അടിക്കുക. നീ അങ്ങ് മാറിയൊക്കെ ചന്ദ്ര എന്ന് പറഞ്ഞ് പിടിച്ച് തള്ളി ചന്ദ്ര അങ്ങ് മാറ്റി നിർത്തി. ശ്രുതിയെ ഉന്തി തള്ളി അകത്തേക്കും വിട്ടു. എന്ന് പറഞ്ഞിട്ട് സ്കൂട്ടറും അടിച്ചു പൊട്ടിക്കാൻ നോക്കുക ചന്ദ്ര. അച്ഛാ, ജഡ്ജമ്മയുടെ ദേഷ്യം കണ്ടില്ലേ? ദേഷ്യപ്പെടുന്നതിൽ കാര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഓട്ടക്കാരനായിട്ട് 2 പൊട്ടിക്കണമായിരുന്നു എന്ന് സച്ചി പറയുക. ആ സമയത്ത് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു. ഇത്രയും നാളും ജഡ്ജമ്മ മലേഷ്യൻ മരുമകളെ തലയിൽ വെച്ച് നൃത്തം ആടിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. അവൾ നല്ലവള്, എൻ്റെ രേവതി മോശം. അപ്പോൾ സച്ചിക്ക് പറയാനുള്ള എല്ലാം സച്ചി പറയാം. അവൾ ചെയ്തതുപോലെ ഒന്നും എൻ്റെ രേവതി ചെയ്യില്ല എന്ന് സച്ചി അന്നേരം പറയണം. അച്ഛൻ അന്നേരം ഇങ്ങനെ സച്ചി തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതും പറയും നമ്മുടെ സച്ചി അകത്തേക്ക് കയറി പോകും, അതും രേവതിയുടെ കയ്യും പിടിച്ച്. എന്നിട്ട് രേവതി ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നോക്ക്, ഒന്നുമില്ലാത്ത വീട്ടിലെ പെണ്ണായിരിക്കും ഇവള്, പക്ഷേ ഇതുപോലെ ആരെയും പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യില്ല എന്നും പറഞ്ഞു. കള്ളത്തരം അവൾ കാണിക്കില്ല, തനി തങ്കം അവള് എന്നും പറഞ്ഞു നമ്മുടെ സച്ചി രേവതിയെ ചേർത്ത് അങ്ങ് പിടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് വർഷയും ശ്രീകാന്തും ഇങ്ങനെ നിൽക്കുക ചിരിച്ചുകൊണ്ട്. ജഡ്ജമ്മേ, നിങ്ങൾ കണ്ടെത്തിയ മരുമകളൊരു ഫ്രോഡാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കുക. മിണ്ടാൻ പറ്റുന്നില്ലല്ലോ, ഉത്തരവില്ല ചന്ദ്രയ്ക്ക്. ആ സമയത്ത് ശ്രുതിയും കയറിപ്പോയി. ശ്രുതിയാണെങ്കിൽ അച്ഛാ ഞാനൊന്ന് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും എടാ നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ശ്രുതിയെ പിടിച്ച് നിർത്തി. നീ അവിടെ കയറി പോകാമെന്ന് ചോദിച്ചു. അമ്മേ ശ്രുതി മുകളിൽ, ശ്രുതി അവൻ്റെ ഇരിക്കടാ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് അവിടെ അങ്ങോട്ട് ഇരുത്തി. ഇതെന്താ ഭാവം, ആനങ്ങി പോകരുത് നീ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അമ്മ. ശ്രുതിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അവളെന്തെങ്കിലും ചെയ്താ എന്ത് ചെയ്യാൻ, അവളൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നും എവിടെ ഇരുന്നോളണം നീ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ പിടിച്ചിരുത്തി ചന്ദ്ര. അന്നേരം ശ്രുതി നീ മുകളിലോട്ട് ചെന്ന് അവളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു അച്ഛൻ. സമാധാനിപ്പിക്കാനോ? ഡാ
അനങ്ങി പോകരുത് നീ. അവളെ എങ്ങാനും കണ്ട, അവളോടെങ്ങാനും മിണ്ടിയ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ ഇരിപ്പ് നോക്കിക്കേ. ഓ, ഇത്രയും പോരത്തുള്ള ഭാര്യാഭർത്താക്കന്മാരെ ഈ ഭൂലോകത്ത് വേറെ കാണത്തില്ല എന്നും രണ്ടും കണക്കാണെന്നും സച്ചി അവിടെ നിന്ന് ഇങ്ങനെ പറയുവാണ്. ചന്ദ്രയ്ക്ക് അതൊക്കെ അങ്ങോട്ട് ദേഷ്യം അടക്കാൻ പറ്റാണ്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സച്ചിയും രേവതി അടുക്കളയിൽ നിന്ന് സംസാരിക്കുക. കുറച്ച് മുമ്പ് ഈ വീട്ടിൽ ഇടിമിന്നലും കാറ്റും മഹാമാരി എല്ലാം ഒരുമിച്ച് വന്നതുപോലെ അല്ലേ എന്ന് ചോദിക്കുമ്പം ശ്രുതിയോട് അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സച്ചേട്ടാ. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അടി കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്മ വളർന്ന് ഉറങ്ങി തുള്ളുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു സച്ചി. എന്തായിരുന്നു പെർഫോമൻസ്? ഞാൻ മുന്നേ പറഞ്ഞതല്ലേ പാർലർ എടുത്ത് ചിലർക്കാരിയല്ലെന്ന്. ഭയങ്കര ഫ്രോഡാവള്. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേന്ന് ചോദിച്ചു. ഇതൊന്നും അല്ല അവള്, വേറെ എന്തൊക്കെയോ മറിച്ച് പിടിക്കുന്നുണ്ട് രേവതി എന്ന് സച്ചി പറയാം. അവള് ഫ്രോഡാണെന്നൊക്കെ എനിക്കറിയാം സച്ചേട്ടാ, എന്നാൽ ഇങ്ങനെ ചെയ്യുമെന്നൊന്നും ഞാൻ കരുതിയില്ല കേട്ടോ എന്ന് രേവതി. നീലിമ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവരുടെ കള്ളക്കളിയൊന്നും ആരും അറിയില്ലായിരുന്നല്ലോ സച്ചേട്ടാ. അവളുടെ അച്ഛനയച്ച കാശാളിനാത്രേ കട തുടങ്ങിയത്. എന്തൊരു കള്ളി അവള് എന്നൊക്കെ ചോദിക്കും. എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഇരിക്കുന്നു. എന്തായാലും ദൈവം നീലിമയെ സച്ചേട്ടൻ്റെ കാറിൽ കയറ്റി സത്യം പുറത്ത് കൊണ്ടുവരിച്ചത്. ദൈവോ വിധിയോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അവളെൻ്റെ കാറിൽ തന്നെ വന്ന് കയറിയല്ലോ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് ശരിയായ കാര്യം തന്നെയാണ് രേവതി എന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണ നീലിമ നാട്ടിൽ വന്നപ്പോൾ സ്റ്റേഷനിൽ വെച്ച് സച്ചേട്ടൻ്റെ ഏട്ടന് കാശ് കൊടുത്തതിന് സാക്ഷിയായിട്ട് സച്ചേട്ടൻ അന്ന് സൈൻ ചെയ്തു. എന്താണ് ഏതാണ് എന്നൊന്നും അറിയാതെ സച്ചേട്ടൻ അതിൽ സൈൻ ചെയ്ത് കൊടുത്തില്ലേ? ഇത്തവണ ബാംഗ്ലൂരിൽ നിന്ന് സച്ചേട്ടനെ അവൾ വിളിച്ച് കാർ ബുക്ക് ചെയ്തു. അതൊക്കെ എങ്ങനെയാ? ഒരു തവണ എൻ്റെ കാറിൽ കയറി ആൾ വീണ്ടും എന്നെ തന്നെ വിളിച്ചിരിക്കും, എന്നെ മാത്രമേ വിളിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരിയായ കാര്യം തന്നെയാ. അവൾ ഇത്തവണ വന്നപ്പോൾ അവൾ ആരാണെന്ന് നമ്മൾ അറിഞ്ഞല്ലോ സച്ചേട്ടാ. ഇതെല്ലാം ദൈവത്തിൻ്റെ കളിയാ സച്ചേട്ടാ. അതിനെ നന്ദി പറയേണ്ടത് കൂളിംഗ് ഗ്ലാസ്സിനോടാണെന്ന് പറഞ്ഞു സച്ചി. കൂളിംഗ് ഗ്ലാസ്സിനോടോ? നീലിമ എനിക്ക് കൂളിംഗ് ഗ്ലാസ് തന്നതുകൊണ്ടാണല്ലോ ഞാൻ അവളുടെ കൂടെ സെൽഫി എടുത്തത്. അങ്ങനെ അതുകൊണ്ടാണല്ലോ അത് ദേവു കാണാനിടയായത്. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സച്ചിയും രേവതിയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വർഷ അങ്ങോട്ടേക്ക് വന്നു. വർഷം വന്നപ്പോൾ പക്ഷേ ശ്രുതി മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ചോദിച്ചു. എനിക്കറിയില്ല, കുറച്ച് നേരം റൂമിലിരിക്കുന്ന കണ്ടു, ഇപ്പം കാണാനില്ല എന്ന് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ കള്ളം പറഞ്ഞ് അടി വാങ്ങുന്നേ? കഷ്ടം തന്നെയെന്നും പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ പറയുമ്പോൾ പിന്നെ സച്ചേട്ടൻ ചായ കുടിക്കട്ടോ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അടുത്ത ആൾക്കുള്ള ചായ ആയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ വർഷം അവിടെ ഇരിപ്പുണ്ട്, അതുപോലെ ശ്രീകാന്തും ഇരിപ്പുണ്ട്. ചായ കൊണ്ടേ കൊടുത്തു. ശ്രുതിയെ കണ്ടോന്ന് ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല. എന്നാലും ശ്രുതിയെടുത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ശ്രീകാന്തം. എടാ, അവൾ അവനേക്കാളും വലിയ കേടിയാടാ. ഇതൊരു സാമ്പിള് മാത്രമാടാ. അവൾ ഇതേപോലെ എന്തൊക്കെയോ കള്ളങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് വഴിയെ പുറത്തു വന്നുകൊണ്ടിരിക്കും. നീ നോക്കിക്കോളാൻ പറഞ്ഞു സച്ചി. എന്നാലും നീലിമ കാശ് കൊടുത്ത കാര്യം അവർ അമ്മയുടെ അടുത്ത് നിന്ന് തന്നെ മറച്ചു വെച്ചു, അതല്ലേ? എൻ്റെ പൊന്നോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരിത് അമ്മയോട് പറഞ്ഞു നീ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇത് പുറത്തു വരില്ലായിരുന്നു. അവനെ രക്ഷിക്കാൻ വേണ്ടി അമ്മ ശ്രമിക്കുമായിരുന്നു എന്നുള്ള കാര്യം പറയുക. അവരാരും അറിയാതെ അവർ കാശ് എടുത്തു എന്നുള്ളതല്ല അമ്മയുടെ പ്രശ്നം. കാശ് കിട്ടിയ കാര്യം അമ്മയോട് പറയണ്ട എന്നുള്ള കാര്യം പാർലർ ഏട്ടത്തി പറഞ്ഞില്ലേ? അതാണ് അമ്മയ്ക്ക് ഇത്ര ദേഷ്യം. അടി പൊട്ടിച്ചത് മൊത്തം അതിന് വേണ്ടിയിട്ടാടാന്ന് പറയുകയാണ് നമ്മുടെ സച്ചി. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സച്ചേട്ടൻ അറിഞ്ഞ സത്യം തെളിവില്ലാതെയാണ് വന്ന് പറഞ്ഞതെങ്കിൽ ഇവരെന്തെങ്കിലും കള്ളത്തരമൊക്കെ പറഞ്ഞ് എല്ലാവരും വിശ്വസിപ്പിച്ച് രക്ഷപ്പെടാൻ നോക്കിയാനെ. അപ്പോൾ അത് പിന്നെ എനിക്കറിയാവുന്ന കാര്യമല്ലേ, അതുകൊണ്ടാണ് ഞാൻ നീലിമയെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന കാര്യം സച്ചി വർഷയോട് ഇങ്ങനെ പറയാം. അപ്പോൾ ഇവർ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ കാശ് തിരിച്ചു മേടിച്ചതിൻ്റെ ദേഷ്യം നീലിമയ്ക്കുണ്ട്, അതുകൊണ്ട് അവളും വന്നതെന്നുള്ള കാര്യവും സച്ചി പറയണം. ഈ കാശ് കിട്ടിയത് പറയാതിരുന്നതിന് ആൻറ്റി ശ്രുതി ചേച്ചിയെ വഴക്ക് പറഞ്ഞതൊക്കെ, പക്ഷെ തല്ലിയത് ശരിയായില്ല എന്ന് വർഷ പറഞ്ഞപ്പം ചെയ്ത തെറ്റിന് അടിക്കാതെ പിന്നെ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു സച്ചി. എന്ത് പറഞ്ഞാലും അടിക്കുന്ന സ്വഭാവം സച്ചേൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു വർഷ. അമ്മയുടെ ഒരു സ്വഭാവം എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടുകയും വേണ്ട എൻ്റെ പൊന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും ചേർന്നല്ലേ ഈ തെറ്റ് ചെയ്തത്, അതിൽ ഒരാളെ മാത്രം തല്ലിയത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ചെകിടത്ത് നോക്കി പൊട്ടിക്കണമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി പറഞ്ഞപ്പോൾ ശ്രുതി ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് രേവതി പറയാം. എന്തെങ്കിലും കടുംകൈ എല്ലാം കാണിക്കുമെന്നോ? പാർലർ ഏട്ടത്തിയോ കടുംകൈ കാണിക്കാനോ? എൻ്റെ പൊന്നു രേവതി, ഇതുവരെയായിട്ടും നിനക്ക് അവളെക്കുറിച്ച് മനസ്സിലായിട്ടില്ല രേവതി. അടുത്ത പ്ലാനിങ് നടത്തുമായിരിക്കും അവൾ ആരാ പൊന്നുമോളെന്നാന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയണം. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് സുധി അങ്ങോട്ടേക്ക് വരുന്നു. സുധി വരുമ്പോൾ ഇവർ സംസാരിക്കുന്നത് സുധി കേൾക്കുക. അപ്പോൾ സുധിയാണെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നിൽക്കുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സുധിയേട്ടൻ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, സുധിയേട്ടൻ നല്ല പഠിച്ച കള്ളനല്ലേ എന്ന് ശ്രീകാന്ത് പറയുന്നു. ഇതൊക്കെ സുധി മോളിൽ നിന്ന് കേട്ടോണ്ടിരിക്കുകയെന്ന് ഓർക്കണേ.
അപ്പോൾ പണം കിട്ടിയ കാര്യം വീട്ടിൽ പറയണ്ട, ആ കാശ് കൊണ്ട് ബിസിനസ് തുടങ്ങാം എന്നുള്ള ഐഡിയ പറഞ്ഞു ശ്രുതിയേട്ടത്തി ആണെന്നും പറഞ്ഞു. ശ്രുതിയേട്ടൻ അങ്ങനെ നൈസായിട്ട് തടി ഉരിയെ നിങ്ങൾ കണ്ടതല്ലേ? രണ്ടുപേരും ചേർന്ന് തെറ്റ് ചെയ്തിട്ട് അത് ശ്രുതിയേട്ടത്തിൻ്റെ തലയിലിട്ടിട്ട് ശ്രുതിയേട്ടൻ കറക്റ്റായിട്ട് രക്ഷപ്പെട്ടത് നിങ്ങൾ കണ്ടതല്ലേ എന്ന് ചോദിച്ചു. ഷോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക സുധി. അവൻ്റെ ക്യാരക്ടർ അങ്ങനെയാണല്ലോ, അവനെക്കുറിച്ച് മാത്രമല്ലേ ചിന്തിക്കാറുള്ളൂ. അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഭാര്യ എന്നല്ല, അമ്മയെ വേണമെങ്കിൽ പോലും അവൻ തള്ളി പറയുന്നവനാണെന്നും സച്ചി പറയുന്നപ്പോഴത്തേക്കും സുധി ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ നല്ല ഹസ്ബൻഡ് തന്നെ. ശ്രുതി ചേച്ചി അടി വാങ്ങിക്കുമ്പോഴേ ഒരക്ഷരം പോലും മിണ്ടാതെ അദ്ദേഹം കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണെന്ന് വർഷ. ഇതൊക്കെ സുധി മുകളിൽ നിന്ന് കേൾക്കുക. അന്ന് നീലിമയാണെങ്കിൽ അവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, അതുകൊണ്ടാണ് അവൻ ഉപേക്ഷിച്ച കാശുമായിട്ട് മുങ്ങിയതെന്ന് പറഞ്ഞു. അവൻ എവിടെയും എത്തില്ല, ജോലിയൊന്നും ചെയ്യത്തില്ല, അതുകൊണ്ടാണ് കാശ് കിട്ടിയത് പറയാതെ ഷോറൂം തുടങ്ങിയതെന്ന് പാർലറേട്ടത്തെയും പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞ കാര്യം ഒന്ന് തന്നെയാണെന്ന് നേരത്തേക്കും പറയുവാണ് നമ്മുടെ സച്ചിയെ. ഇവനൊരു മണ്ടനാണെന്ന് ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായി, പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് മാത്രം ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നും പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്കൊക്കെ ചിരിയാണ് വരുന്നത്. നാശം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി എന്നിട്ട് അവിടുന്ന് പോവുക ശ്രുതിയെ തപ്പി. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഉമ്മറത്ത് മുറ്റത്ത് വന്നിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി എന്ന് വിളിച്ച് അങ്ങോട്ട് ചെന്നു. എന്നെ തൊട്ട് പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ശ്രുതി ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറയും, ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യം. ശ്രുതിയുടെ അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ആൻറ്റി എന്നെ അടിച്ചു. ശ്രുതി അത് നോക്കി നിന്നു, തുടഞ്ഞത് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര തല്ലരുതെന്ന ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി അത് പിന്നെ എന്നും പറഞ്ഞ് നിൽക്കണു. നല്ല ഹസ്ബൻഡ് തന്നെ, എന്നോട് എന്തോരം സ്നേഹം ഉണ്ടെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ ശ്രുതി പറയാട്ടോ. എന്ത് ധൈര്യത്തിൽ ഇപ്പം എന്നോട് മിണ്ടാൻ വന്നേ, എനിക്ക് കാണണ്ട, എൻ്റെ മുന്നിൽ നിന്ന് പോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടും. ശ്രുതി നീ അങ്ങനെ പറയരുതായിരുന്നു, നീ പറഞ്ഞത് തെറ്റ് തന്നെയാണെന്ന് പറയാണ് ശ്രുതി. ആ കാശ് കൊണ്ട് ഷോറൂം തുടങ്ങാമെന്ന് ഞാൻ ശ്രുതിയോട് പറഞ്ഞതാണോ തെറ്റ്? അപ്പോൾ ശ്രുതിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലേ എന്ന് ചോദിച്ചു ശ്രുതി. ശ്രുതിയുടെ അമ്മ എന്നെ അടിച്ചതിൽ ശ്രുതി ഒരു തെറ്റും കാണുന്നില്ല അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ശ്രുതിക്ക് വേണ്ടി പറഞ്ഞതാണ് തെറ്റ്. കൊള്ളാം ശ്രുതി, കൊള്ളാം ശ്രുതി, ഞാൻ അതിനെപ്പറ്റി അല്ല പറഞ്ഞത്. അമ്മ നിന്നെ അടിച്ചത് തെറ്റ് തന്നെയാണ്. പക്ഷേ നീ അമ്മയോട് എന്തൊക്കെയാ പറഞ്ഞത്? എന്നെക്കുറിച്ച് അമ്മയോട് പറഞ്ഞത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാണ് നീ അമ്മയോട് പറഞ്ഞത്? അപ്പോൾ അത് കേട്ടപ്പം എനിക്കാകെ ദേഷ്യവും സങ്കടമൊക്കെ വന്നു ശ്രുതി പറയുന്നു. ഞാനാകെ തകർന്നു പോയി ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പറയാട്ടോ. അപ്പോഴും ശ്രുതിക്ക് ഭയങ്കര കലിപ്പ് ഇങ്ങനെ നിൽക്കുക. ഞാൻ ഇത്രയും ഡിഗ്രി എടുത്തിട്ട് ഒരു കാര്യമില്ല, എനിക്ക് ഒരറിവുമില്ല, ജോലി ചെയ്യാനുള്ള കാലിബറില്ല, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എന്തൊക്കെ നീ പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പം എപ്പോഴാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ശ്രുതി ചോദിക്കുക. അല്ല, ആ ഒരു അർത്ഥം വരുന്ന രീതിയിലല്ലേ നീ സംസാരിച്ചത് മുഴുവനും? ജോലിക്കൊന്നും പോകാതെ മടി പിടിച്ച് ചുറ്റിക്കറങ്ങി നടക്കുകയാണെന്നല്ലേ നീ പറഞ്ഞതിൻ്റെ അർത്ഥം? അതെന്താ ആ പറഞ്ഞതിൽ എന്താ ശരിയില്ലേന്ന് ചോദിച്ചു നേരത്തേക്കും ശ്രുതിയെ. എന്നിട്ട് അവിടെ പോയി ഇരിക്കുന്നു. ഞാൻ ശ്രുതിയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഇങ്ങനെ തന്നെ ആയിരുന്നില്ലെന്ന് ചോദിച്ചു. കല്യാണം കഴിച്ചിട്ടും അതിലൊരു മാറ്റം ഉണ്ടായിരുന്നില്ലല്ലോ. ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നേരാവണ്ണം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക ശ്രുതി. അപ്പോഴേക്കും ഞാൻ പഠിച്ചിട്ടില്ലേ, ഞാൻ നേരാവണ്ണം പഠിച്ചത് കൊണ്ടല്ലേ എനിക്ക് 7 ഡിഗ്രി കിട്ടിയത്. അപ്പോൾ മണ്ണാം കൊട്ട ഒരു 7 ഡിഗ്രി, അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നിങ്ങൾക്കുണ്ടായത്? വിസിറ്റിംഗ് കാർഡ് നിറയെ 7 ഡിഗ്രി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഒരു കാര്യമില്ല. പഠിപ്പ് ഉപയോഗിക്കാൻ കൂടി പഠിക്കണമെന്ന കാര്യവും ശ്രുതി പറഞ്ഞു കൊടുക്കുക. ഈ പഠിപ്പ് വെച്ച് 1 രൂപയെങ്കിലും ശ്രുതി സമ്പാദിച്ചിട്ടുണ്ടോ എന്നും ചോദിച്ചു. ഈ ഷോറൂം തുടങ്ങുന്നത് വരെ ഒരു ജോലിയില്ലാതെ ചുറ്റിക്കറങ്ങുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. വേണ്ട ശ്രുതി, വേണ്ട, ഇങ്ങനെയൊന്നും പറയരുത്. ഞാനൊരു മണ്ടനാണെന്നുള്ള രീതിയിൽ നീ സംസാരിക്കരുത് കേട്ടോ എന്ന് ശ്രുതി പറയണു. എനിക്ക് ശ്രുതിയെക്കാളും ബുദ്ധി അറിവുണ്ടെന്ന് പറയുമ്പോൾ ബുദ്ധി അറിവ് അതുകൊണ്ടാണല്ലോ കണ്ട പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങിയതെന്ന കാര്യം ശ്രുതി പറയാം. പിന്നെ ശ്രുതിക്ക് മിണ്ടാട്ടോ ഇല്ല. ജോലിയുണ്ട്, ജോലിക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞ് പറ്റിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു. പിന്നെ അതൊന്നും ശ്രുതിയുടെ അമ്മയ്ക്ക് തെറ്റായിട്ട് തോന്നിയിട്ടേ ഇല്ല. ശ്രുതിക്ക് വേണ്ടി ഞാൻ ചെയ്തതൊക്കെ അവർക്ക് തെറ്റ് അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അല്ല ശ്രുതി, ഞാൻ അറിയാൻ മേലാത്തത് കൊണ്ട് ചോദിക്കുക. അപ്പം എന്താ ശ്രുതി, ഞാൻ ഈ പറഞ്ഞതിനും ചെയ്തതിലൊക്കെ എന്താ തെറ്റുള്ളത്? ഞാൻ കൂടെ ഇല്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ശ്രുതിക്കും ഈ ഷോറൂം തുടങ്ങാൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചു ഒച്ച വയ്ക്കുമ്പോൾ ശ്രുതി, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, അത് പ്രാവർത്തികമാക്കണം, അതിനുള്ള കഴിവ് ശ്രുതിക്കില്ല എന്ന് ശ്രുതി വീണ്ടും പറയുവാണ്. അന്ന് നീലിമ തന്ന 50 ലക്ഷം രൂപ വീട്ടിൽ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും 7 ഡിഗ്രി സർട്ടിഫിക്കറ്റും ഫയലും തൂക്കി ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്നേനെ, വല്ല പാർക്കിലും കിടന്ന് ഉറങ്ങിയേനെ ഇപ്പോഴും. ശ്രുതിയെ ശ്രുതിയുടെ അമ്മയുടെ പുന്നാര മോനല്ലേ, അത്രയ്ക്ക് സ്നേഹമുണ്ടെന്നല്ലേ പറയാറ്. എന്നിട്ട് ഈ അമ്മ ശ്രുതിക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് ശ്രുതിയോട് ചോദിക്കുന്നു. ബിസിനസ് തുടങ്ങാൻ വേണ്ടി അമ്മയോട് ശ്രുതി കാശ് ചോദിച്ചിരുന്നില്ലേ? ആധാരം പണയപ്പെടുത്തി കാശ് തരണമെന്ന് പറഞ്ഞിട്ട് അമ്മ തന്നോ ശ്രുതിക്ക്? തന്നോ? ഞാൻ ശ്രുതിക്ക് വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നിട്ട് ശ്രുതി ലൈഫിൽ മുന്നേറണം, വലിയ ആളാവണം, ശ്രുതിയുടെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത്. എന്നിട്ട് എനിക്ക് കിട്ടിയത് എന്താ?
നിങ്ങളുടെ അമ്മ എന്നെ തല്ലിയപ്പോൾ നിങ്ങളൊന്ന് അനങ്ങിയോന്ന് ചോദിച്ചു. ആ സമയത്ത് എനിക്ക് നോക്കി നിൽക്കുകയല്ലാതെ വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല എന്ന് ശ്രുതിയോട് പറയാം. ദേ ആ സമയത്ത് നീ ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അമ്മയെ സമാധാനിപ്പിച്ചേനെന്നും പറയുന്നു. അതെങ്ങനെയാ നീ അതും ഇതൊക്കെ പറഞ്ഞ് എല്ലാ കുറ്റം കൂടി എൻ്റെ തലയിൽ കൊണ്ട് വെച്ചില്ലേ എന്ന് ചോദിച്ചു. കൊള്ളാം, എല്ലാ കുറ്റവും ശ്രുതി എൻ്റെ തലയിലല്ലേ ഇട്ടതെന്ന് ചോദിച്ചു ശ്രുതി. ബസ് ഇടിക്കുന്നായപ്പോൾ ബസ്സിൻ്റെ മുന്നിലേക്ക് തള്ളിയിട്ടു. ദേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. നീ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടാ സച്ചി രേവതിയൊക്കെ എന്നെ കളിയാക്കി ചിരിച്ചു. എൻ്റെ തൊലി ഉരിഞ്ഞു പോയി അവരുടെ മുന്നിൽ, നിനക്കറിയാവുമെന്ന് ചോദിച്ചു. ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയുക, വേറെ ആരും അല്ല എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്, എൻ്റെ സ്വന്തം ഭാര്യ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് ശ്രുതിക്ക്. അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ അപമാനിക്കപ്പെട്ടില്ലേ എന്നും ചോദിച്ചു. ശ്രുതിയുടെ അമ്മ എന്നെ അടിക്കുമ്പോൾ ഈ അപമാനമൊന്നും ശ്രുതിക്ക് തോന്നിയില്ലേ എന്ന് ശ്രുതി ചോദിക്കാട്ടോ. ദേ മിണ്ടി പോകരുതെന്നും പറഞ്ഞു. ആരെന്നെ എന്തു പറഞ്ഞാലും നീ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നുവെന്ന് ശ്രുതി പറയാണ്. പിന്നെ എന്നെ വിട്ടുകൊടുക്കില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഒടുവിൽ ശ്രുതി നീയും എന്നെ അപമാനിച്ചു അവരുടെ മുന്നിലെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിന്ന് പറയൽ. അപ്പോൾ ദേ അടിക്കാനും തല്ലാനും കൊല്ലാനും എന്നെ ഇട്ട് കൊടുത്തിട്ട് മിണ്ടാതെ നിന്നില്ലേ, എന്നിട്ട് എന്നെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ഇപ്പോഴും നീ എന്നെക്കുറിച്ച് പറഞ്ഞ് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലേ എന്ന് ശ്രുതി ചോദിക്കുക. നീ എന്നെ ഹേർട്ട് ചെയ്തു ശ്രുതി എന്നും പറഞ്ഞ് നിൽക്കുമ്പം ശ്രുതിക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് ശ്രുതി ചോദിച്ചു. സച്ച് ശ്രുതി അടിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ഒക്കെ ഞാൻ കുറുകെ നിന്നിട്ടല്ലേ ഉള്ളൂ, ശ്രുതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടല്ലേ ഉള്ളൂ. വർഷയുടെ അമ്മ യേശു തിരികെ തന്നപ്പം അവർക്ക് മുന്നിൽ ശ്രുതി അപമാനിക്കപ്പെടാതിരിക്കാൻ ഞാൻ എൻ്റെ താല് വിറ്റിട്ടാണ് കാശ് തന്നത്. ഇങ്ങനെ എത്ര സംഭവങ്ങളാണെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ശ്രുതി എണ്ണി പറയുവാണ്. അങ്ങനെ ശ്രുതി പറയുന്നത് നേരത്തെ അങ്ങനെയൊന്നും പറയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി, ദേ ഞാൻ പോവാ. നീ എവിടെ പോവാ ശ്രുതി, നീ എങ്ങും പോവല്ലേ, എനിക്ക് ആരും ഇല്ലാത്തടത്ത് ഞാനെന്തിനാ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ശ്രുതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് ശ്രുതിയോട് പറയുന്നു. ശ്രുതി മണ്ടനും അല്ല, ഒന്നിനും കൊള്ളാത്തവനും അല്ല, ഭയങ്കര ബുദ്ധിശാലിയും അറിവുള്ളവൻ തന്നെയാണെന്ന് ശ്രുതി. ഇനിയും പഠിച്ച് ഡിഗ്രി എടുത്ത് വീടിന് മുന്നിൽ ഒരു കട്ടൗട്ട് അങ്ങ് വെച്ചോ, പോവാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നട്ടപ്പാതിരാത്രിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ശ്രുതിയാണെങ്കിൽ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നിടത്തൊരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ. ടാറ്റാ.